യുക്രൈനിൽ റഷ്യ അടുത്തിടെ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ അപലപിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ കീവിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. ഇന്നലെ യുക്രൈനിലെ ഒഹ്മത്ഡിറ്റ് ആശുപത്രിയിൽ പതിച്ച റഷ്യൻ ക്രൂയിസ് മിസൈലിന്റെ ശകലങ്ങളുടെ ഫോട്ടോകൾ യുക്രൈൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം റഷ്യ നിഷേധിച്ചു. യുക്രൈനിന്റെ തന്നെ വ്യോമ പ്രതിരോധ മിസൈൽ തെറ്റായി പതിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റഷ്യ അവകാശപ്പെട്ടു. തെക്കൻ ഗാസയിൽ ദുരിതാശ്വാസ ക്യാമ്പിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. അപകടത്തിൽ 29 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഖാൻ യൂനിസ് നഗരത്തിന് കീഴിൽ അബാസൻ അൽ കബീറ പട്ടണത്തിലാണ് സംഭവം. ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഭീകരനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ് അമേരിക്കയിലെ ടെക്സാസ്. ഉഷ്ണമേഖല കൊടുങ്കാറ്റായ ബെറിലിനെ തുടർന്ന് മേഖലയിലുടനീളം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ചുട്ടുപൊള്ളുന്ന ചൂട് പടിഞ്ഞാറൻ അമേരിക്കയിലെയും കാനഡയിലെയും ഭൂരിഭാഗം പ്രദേശത്തെയും ബാധിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ ടെക്നോളജി സ്ഥാപനമായ സാംസങ് ഇലക്ട്രോണിക്സിലെ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. 30,000-ഓളം വരുന്ന തൊഴിലാളികളോട് പണിമുടക്കിന്റെ ഭാഗമാകാൻ യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാഷണൽ സാംസങ് ഇലക്ട്രോണിക്സ് യൂണിയൻ നടത്തുന്ന 3 ദിവസത്തെ പൊതു പണിമുടക്കിന്റെ അവസാന ദിവസമാണ് പ്രഖ്യാപനം. ചർച്ചകൾ നടത്താൻ മാനേജ്മെന്റ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് തീരുമാനം.